നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ISL വീണ്ടും ആരംഭിക്കുക തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാക്കി നടക്കാൻ പോകുന്ന മത്സരങ്ങളുടെ ലിസ്റ്റ് വന്നിരിക്കുകയാണ്. ഏകദേശം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി 10 മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ISL കളിക്കാനുള്ളത്. ആദ്യം തന്നെ ഒഡീഷ FC-ക്കെതിരെ ഫെബ്രുവരി 2-ാം തീയതി എവേ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഫെബ്രുവരി 12-ാം തീയതി പഞ്ചാബ് FC-യുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് നടക്കുന്നതെങ്കിൽ ഫെബ്രുവരി 16-ാം തീയതി ചെന്നൈയിൻ FC-യുടെ ഹോം മത്സരം. കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ എവേ മത്സരത്തിന് ചെന്നൈയിൻ FC-യിലേക്ക് പോകേണ്ടി വരും. ഫെബ്രുവരി 16-ാം തീയതി 7:00-ക്കാണ് മത്സരം നടക്കുന്നത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഫെബ്രുവരി 25-ാം തീയതി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം FC ഗോവയ്ക്കെതിരെ നടക്കുകയാണ്. അതും 7:30-ക്കാണ് മത്സരം നടക്കുന്നത്. മാർച്ച് 2-ാം തീയതി ബാംഗ്ലൂർ FC-ക്കെതിരെ എവേ മത്സരമാണ്. അതും 7:30-ക്ക് തന്നെയാണ് മത്സരം നടക്കുന്നത്. അതേപോലെ തന്നെ മാർച്ച് 13-ാം തീയതി വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരമാണ് നടക്കുന്നത്. അത് 7:30-ക്കാണ് ആ മത്സരവും നടക്കുന്നത്. മാർച്ച് 30-ാം തീയതി ജംഷഡ്പൂർ FC-ക്കെതിരെ എവേ മത്സരം 7:30-ക്ക് കളിക്കും ബ്ലാസ്റ്റേഴ്സ്. അതേപോലെ തന്നെ അവസാന ഹോം മത്സരം ഏപ്രിൽ 3-ാം തീയതി ഈസ്റ്റ് ബംഗാൾ FC-ക്കെതിരെ കൊച്ചിയിൽ വെച്ച് നടക്കും. 7:30-ക്കാണ് ആ മത്സരവും. അതേപോലെ തന്നെ ഏപ്രിൽ 6-ാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-ക്കെതിരെ ഒരു എവേ മത്സരമുണ്ടെങ്കിൽ ഏപ്രിൽ 12-ാം തീയതി ഹൈദരാബാദ് FC-ക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു എവേ മത്സരമുണ്ട്. അതായത് ഇത്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കി നിൽക്കുന്ന മത്സരം. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായ ഫെഡറും അതേപോലെ തന്നെ ജസ്റ്റിൻ ഇമാനുവലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഇപ്പോൾ ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെയാണ് നിങ്ങളിപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. താരങ്ങളെല്ലാം മികച്ച സ്കില്ലുകൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും മികച്ച പ്രകടനം തന്നെ വരും മത്സരങ്ങളിൽ ഇരു താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെക്കട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ ഇവിടെ ചേർത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.